കൈ പിടിച്ചു കൈ 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 ഹലോ ഗായ്സ്, നമ്മള് ഒരു ചെറിയ ട്രിപ്പ് പോണേണ്. എവിടെയാണ് പോണ? ആടു വേലാങ്കണ്ണി. ആടുന്റെ മൊട്ടയടിക്കാൻ പോണേണ് തലയൊക്കെ. ആടു ഇവിടെ കാത്തൂനെയും കണ്ട് ചില്ല് ചെയ്തിരിക്കണേണ്. എവിടെ എത്തി നമ്മളിപ്പോ? പാലക്കാടാ അല്ലേ? സൈമോൻ ഹായ്, മമ്മി ഹായ്. ആടു ഹായ് പറഞ്ഞാടു. ആടു ഹായ് പറ. ആടു സോറി, ആടു ഇസ് വെരി ബിസി വാച്ചിങ് കാത്തു അല്ലേ? ഒരു മൈൻഡ് ഇല്ല. നമ്മൾ ഈ വേളാങ്കണ്ണി ബോർഡർ കഴിഞ്ഞപ്പം പൂ കാണാൻ നല്ല രസം. സോറി, വേളാങ്കണ്ണി മാറിപ്പോയി. റിലേ പോയിരിക്കണേ തമിഴ്നാട് ബോർഡർ. ഇതെന്ത് പൂവാണ്? രാജമല്ലി. രസം. റെഡ് ആൻഡ് യെല്ലോ മിക്സ്. ആടു മല. നമ്മൾ ഓർഡർ ചെയ്തത് നോർമൽ ഊണായിരുന്നു. മോസ്റ്റ്ലി ലിയോ ഒഴിച്ച് ബാക്കി എല്ലാവരും ഊണാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായി. കുറേ സാധനങ്ങളുണ്ടായി. പുലാവ് പോലത്തെ എന്തോ ഒരു സാധനം, ഈ എന്താ പറയുക കേസരി നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ചോറും കറികളും ഉണ്ടായി. ഇതായിരുന്നു അപൂർവ റെസ്റ്റോറൻറ്റ്. താലി ഫുള്ള് വന്നതിന് ശേഷം ഇങ്ങനെയായിരുന്നു. ആ പൊറോട്ടയും നല്ല രസമുണ്ടായി. ഇത് ആടുവിന് ഞങ്ങൾ ഒരു പൂച്ചയെ വാങ്ങി. ഈ പൂച്ചയുടെ പേരെന്താ? പൂച്ചക്ക് പുന്നാരം കൊടുക്കോ? പുന്നാരം 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 മറ്റേതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാണെങ്കിൽ വ്ളോഗാണെങ്കിൽ പറ്റും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അറ്റം വരെ ഉണ്ട് അത്. ശ്രദ്ധ കണ്ടില്ലേ? ശ്രദ്ധ. ഇത്ര നേരം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ചെക്കനാണ് ഇരിക്കണ. കണ്ടില്ലേ? ഞാവൂ. ഓ കുരുങ്ങണ്. നമ്മളൊരു കാത്തുപൂച്ചനെ മേടിച്ചല്ലേ ഇവിടെ? കാത്തൂനെ കാണില്ലല്ലോ. പോയാ എവിടെയാണ് പറയൂ? വേളാങ്കണ്ണി തറയല്ലേ? ഒരബദ്ധം പറ്റി. ഞാൻ വീഡിയോ എടുക്കണേന്നോർത്ത് കുറെ നേരം പിടിച്ചോണ്ട് വന്ന്. പക്ഷെ വീഡിയോ എടുക്കണായിരുന്നില്ല. ഇപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ആയതെന്ന് അറിഞ്ഞത്. ഇത് ബനാന കേക്ക്. അത് രസമില്ലേ? അതും കഴിച്ചോ? ഞാൻ കഴിച്ചോട്ടെ. ബനാന. ഇത് ജാഗരി കേക്ക് അല്ലേ? ഇതും കൂടി മീനിന്റെ ഷേപ്പിലാണ്. പക്ഷെ മീനല്ല, ക്രീം എന്തോ ആണ്, മധുരം എന്തോ ആണ്. കണ്ണ് തിന്നാൻ പറ്റണില്ല അല്ലേ? അത് ഇവിടെ നിന്ന് കഴിക്കണ്ടേ? നടുക്കുന്നു. കൊള്ളാം അല്ലേ? നൈസ്. അതുപോലത്തെ എന്തോ ദിൽഖുഷാന്ന് തോന്നാൻ. നമ്മുടെ അവിടെ ദിൽഖുഷ് എന്ന് പറയും പണ്ടിന്റെ ഇടയിൽ. അയച്ച് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം. ഇത് നമുക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് അത്യാവശ്യത്തിന് കാടുവിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അല്ലേ? ഈ ജാഗരി കേക്കും തിരിച്ചോണ വഴിക്ക് വേണമെങ്കിൽ മേടിക്കാം.
അല്ലേ? അല്ലെങ്കിൽ ബനാന കേക്ക് മേടിക്കാല പോകാൻ നേരത്തെ, തിരിച്ചു പോകാൻ നേരത്ത്. ഇന്ന് മേടിക്കണ്ട അല്ലേ? ഇനി ആവശ്യമില്ലല്ലോ, തിരിച്ചു പോകും. നമ്മൾ ഇന്നലെ രാത്രി വേളാങ്കണ്ണിയിൽ നിന്ന് എത്തി. രാത്രി ആയതുകൊണ്ട് ഇവിടെ സ്ഥലമൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി, ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന റിസോർട്ട് ഇതാണ്. റൂമൊന്നും അത്ര വലിയ സെറ്റപ്പല്ല, പക്ഷേ പുറത്ത് കാണാൻ കൊള്ളാം. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അവൻ കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരുന്നോട്ടേ നോർത്താണ്. ഭക്ഷണം കഴിക്കാൻ ചെല്ലാം അങ്ങോട്ട് ഉടുപ്പിച്ചാൽ പോരെ. കാർ അവിടെ എത്തൂലേ? അടൂ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ പോകാം. ഓക്കെ. കണ്ടോണ്ട് നിൽക്കുന്ന ആടു. അടാ ആടു, ആടു, ഹായ് ഹായ്, ചിരിക്കോ? ഹായ്. ഇന്നലെ വേറെ ഡിസൈൻ ആയിരുന്നു. അത് ആസ്വദിച്ചോണ്ടിരിക്കണം. ഇനി നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം രാവിലെ റെഡിയായി പള്ളിയിലേക്ക് പോണേണ്. വെള്ളാങ്കണ്ണി പള്ളിയിലേക്ക്. അവിടെ ചെന്നിട്ട് ആടുവിൻ്റെ തല മുട്ടയടിക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്തത്, ഇങ്ങോട്ടേക്ക് വന്നത്. കുഞ്ഞിൻ്റെ നമ്മളൊരു ചെറിയ നേർച്ച ഉണ്ടായിരുന്നു മുട്ടയടിക്കാൻ. അങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ കുർബാന നടക്കണുണ്ടായി. അത് കുറച്ച് കൂടി പിന്നെ ഇവിടെ ഇരുന്നു. പിന്നെ വേറൊരു നേർച്ചയുണ്ടായി, തിരി, നമ്മുടെ ഹൈറ്റിലുള്ള തിരി. ഞങ്ങളുടെ ഡാഡിക്കൊരു അസുഖം ഇതിൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു. സോ അതിൽ നിന്ന് ആൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അതിന് നമ്മളായിട്ടല്ല, വേറെ ആൾക്കാരായിട്ടൊക്കെ നേർച്ച നേരുമല്ലോ, അതൊക്കെ അതും നടത്താനുണ്ടായി. അങ്ങനെ തിരിയൊക്കെ വാങ്ങി നമ്മൾ അതുകൊണ്ട് കത്തിച്ചു. ഓ, ഇവിടെ വന്ന് മുട്ടയടിക്കാൻ വേണ്ടി ഇവിടെ കൂപ്പണൊക്കെ എടുത്ത് നമ്മൾ വന്നതിന് ശേഷം എല്ലാ പിള്ളേരും കൂട്ടൊക്കെ കരച്ചിട്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തന്നെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കില്ല, അന്ന് ലിയോ തന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പറ്റൂല, അവൻ കിടന്ന് പിടച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ വാക്സിനേഷൻ എടുക്കാൻ പോകുമ്പം എല്ലാ പ്രാവശ്യവും ഞാനാണ് അവനെ പിടിക്കണത്. അപ്പോൾ ലിയോ ഇപ്രാവശ്യം പിടിച്ചു. പക്ഷേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഈ ഫോണൊക്കെ കാണിച്ച് കാർട്ടൂനോ വീഡിയോനോ വല്ലതും കാണിച്ചാൽ, ഫോണിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, ടി വിയിൽ കാണിക്കാറുള്ളൂ. അപ്പോൾ ഇത് കാണിച്ചാൽ അവൻ ഇരിക്കും, ഇത് നോക്കിയിരിക്കും എന്നൊക്കെയായിരുന്നു ഒരു പ്രതീക്ഷ. പക്ഷേ വെറുതെയാണ് ഗൈസ്, വെറുതെ. ഇവനൊരു കരച്ചിൽ തുടങ്ങിയിട്ടൊരു രക്ഷയുണ്ടായിരുന്നില്ല. അതിനിടക്ക് അവൻ്റെ തലയും ചെറുതായിട്ടൊന്ന് പൊട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ കേട്ടെന്ന് നല്ല കരച്ചിലായിരുന്നു. അവൻ കാലിട്ട് കൈയിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ലിയോ മുറുക്കെ പിടിച്ചേക്കണോണ്ട് വീഡിയോയിൽ അത്ര അറിയാത്തതാണ്. എനിക്ക് ഇവൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റണുണ്ടായില്ല. അങ്ങനെ ഒരു വിധത്തിലാണ് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്താനൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും തീരണേന്ന് പ്രാർത്ഥിച്ചാണ് ഇത് തീർത്തത്. അടിന്റെ മുടി എന്തേ? അടിന്റെ മുടി ഉണ്ടാന്ന് നോക്കിയ തലയല്ലേ? ഇവിടെ തലയില് മുടി എന്തേ?
മുടി എന്തേ കുഴപ്പമില്ല. വണ്ടി ഓടിക്കണ ഇവിടെ വണ്ടി ഓടിക്കണോ? വണ്ടി കൈ കൊണ്ട് ഓടിക്കണം. നീങ്ങണില്ല. പരീക്ഷിക്കുന്ന തോന്നണ ഒരു ഇത് പ്രായം. ആഡം ജോൺ എവിടെയെങ്കിലും ആയിരിക്കും ബുക്ക് ചെയ്യേണ്ടത്. മുട്ടക്കുഞ്ഞി. അന്ന് തന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെയും ഫ്രഷായി ഒന്നും കൂടെ ഈവനിങ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിൽ ഞാനിവിടെ പണ്ട് വന്ന് ഓർമ്മയാണ്. പണ്ട് നമ്മൾ എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു വേളാങ്കണ്ണി. ഇപ്പോൾ ഞാൻ വന്നിട്ട് കുറേ വർഷമായി, ഇവർ വരാറുണ്ടായി. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ അഴുക്കും കച്ചറിയും ആൾക്കാരും ഈ പിച്ചക്കാരൊക്കെ വന്ന് നമ്മളെ തോണ്ടുന്നു, അതൊന്നും എനിക്കത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. നിറച്ച് അഴുക്കാണ് എല്ലായിടത്തും. അങ്ങനെ പക്ഷെ എന്തായാലും നമ്മളൊരു നേർച്ചയായതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും കൂടി ഇത്രയും ദൂരം വന്ന് അങ്ങനെ ബീച്ചിലൊന്നും അധികം നേരം നിന്നേയില്ല. കണ്ടപ്പോൾ തന്നെ നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല മൊത്തത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് അപ്പം തന്നെ തിരിച്ചു പോയി. പിന്നെ അതിന് ശേഷം നമ്മൾ എല്ലാവരും നേർന്ന് നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന ഇവിടെ കൂടി നമ്മൾ നേർച്ചയുള്ളവരിങ്ങനെ മുട്ടിലൊക്കെ നിരങ്ങും. മുട്ടിൽ നിരങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കണേലും നല്ല വേദനയാണ്. ചരലായതുകൊണ്ട് കാലൊക്കെ എല്ലാവരുടെയും പൊട്ടും. ഞാനിതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കണ്ടുപോയി. അവിടെ ഒരു വലിയ പള്ളിയുണ്ട്. അവിടെ പള്ളീൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഏറ്റവും ഹാപ്പി ആയിരുന്നത് ആഡൂസാണ്. ആഡൂസിനെ വേറെ എവിടെ ഇറക്കുന്നുണ്ടായിരുന്നില്ല, നടക്കാനായാലും നിരങ്ങാനായാലും ആ സമയത്ത്. കാരണം എല്ലായിടത്തും അഴുക്കും ഇതുമായതുകൊണ്ട് അവനെ ഇറക്കിയിട്ടേ ഇല്ല. ഈ പള്ളിയിലാണ് അവനൊന്നും മര്യാദയ്ക്ക് ഇറക്കിയത്. അതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൻ മുട്ടയടിച്ചപ്പോൾ കുറേ കരഞ്ഞെങ്കിലും മുട്ടയടിച്ചതിന് ശേഷം അവനത് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട് അക്കുസുട്ടൻ ലുക്കായിരുന്നു ആട്. അങ്ങനെ അവൻ കുറച്ച് നേരം അവിടെയൊക്കെ നിരങ്ങി നടന്നു. അതിന് ശേഷം പള്ളി അടക്കാറായതുകൊണ്ട് അവിടുന്ന് നമ്മൾ വേഗം എല്ലായിടത്തും തിരിച്ചിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമുക്ക് തിരിച്ച് എറണാകുളത്തേക്ക് വരണമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. അങ്ങനെ ദിവസം കഴിഞ്ഞു നമ്മൾ വേളാങ്കണ്ണി. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് തമിഴ്നാട് ടു കേരള എത്തുമ്പോഴത്തേക്കുമാണ് ഈ ക്ലൗഡ്സും കാർമേഘമൊക്കെ വന്നിട്ട് മഴയുടെ ഒരു ഫീല്. നല്ല ട്രിപ്പായിരുന്നു. ട്രിപ്പ് എന്ന് പറയുമ്പം കാറിലുള്ള യാത്ര നല്ല രസമായിരുന്നു. വേളാങ്കണ്ണിയിലെ അനുഭവം മിക്സഡ് ഇമോഷൻസ് ആണ്. ഓക്കെ, സോ എനിവേസ് നല്ലൊരു യാത്ര. ആഡൂഷിൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പ്. അപ്പോൾ ഇനി ഇതുപോലത്തെ യാത്ര വരുമ്പം അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.